ജിത്തു മാധവൻ എഴുതി ചിദംബരം ഡയറക്ട് ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ ഈ ലെവൽ ആരും പ്രതീക്ഷിക്കത്തില്ല. ഇന്ന് റിലീസായ ബാൽ എന്നുള്ള സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആദ്യമേ പറയുന്നു, ഈ സിനിമ എല്ലാവർക്കും വർക്കാവുന്ന ഒരു പടമല്ല. കാരണം സിനിമ നല്ല സ്ലോ ആണ്. പടത്തിന്റെ ടെക്നിക്കൽ സൈഡ് എല്ലാം പീക്ക് ലെവലാണ്. അതായത് സിനിമോട്ടോഗ്രാഫി, എഡിറ്റിംഗ്, മ്യൂസിക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പെർഫെക്റ്റ് ആയ ആളുകളാണ് ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്. ഓൾസോ ഇതിന്റെ സ്ക്രിപ്റ്റും ഒരു കിടിലനാണ്. പക്ഷേ ഇതൊരു ക്ലീൻ കൊമേഴ്ഷ്യൽ പടമല്ല. മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടറിന്റെ അടുത്ത സിനിമ എന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സിനിമയല്ല. നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ ഒരു അമ്മ മകൻ ഇമോഷണൽ ബോണ്ടിങ് ഒക്കെയാണ് സിനിമയിലുള്ളത്. വേണമെങ്കിൽ ഇതിനെ ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റും. പടത്തിൽ എനിക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ട്രെയിലറിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ടോവിനോ ചെയ്ത ക്യാരക്ടർ. ടോവിനോയെ പോലെ ഒരു സ്റ്റാർ വന്ന് ഈ സിനിമയിൽ ഇതുപോലൊരു ക്യാരക്ടർ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ജെട്ടിച്ചു. പക്ഷേ ടോവിനോ ആയതുകൊണ്ട് പുള്ളി ഇതുപോലുള്ള ക്യാരക്ടറുകൾ ചെയ്യും. ക്ലൈമാക്സോട്ട് വരുമ്പോഴും പടത്തിന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് കേട്ടോണ്ട് ഒരു വലിയ ട്വിസ്റ്റ് ഉള്ള പടം കാണാനായിട്ട് നമ്മൾ പോയാൽ ആ രീതിയിൽ ഡിസപ്പോയിന്റഡ് ആയിരിക്കും. പക്ഷേ ഈ സിനിമ മലയാളത്തിൽ തന്നെ ഏറ്റവും ഒരു കിടിലം വർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. പറ്റുവാണെങ്കിൽ നിങ്ങൾ സ്പോയിലർ ഒന്നും അറിയുന്നതിന് മുന്നേ തന്നെ സിനിമ കണ്ടു നോക്കുക. ഈ അടുത്തിറങ്ങിയ മോളിവുഡ് ടൈംസ് എന്നൊക്കെയുള്ള പടം പോലെ തന്നെ ഇത് എല്ലാവർക്കും വർക്കാവാനായിട്ട് കുറച്ച് പാടാണ്. ബട്ട് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾ ഒരു മൂവി ലവർ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ വർക്കാവും. കണ്ട ഒരു അഭിപ്രായം എന്ന് പറഞ്ഞേക്കണേ.